കവിയും കവിതയും എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിവുള്ള ഒട്ടേറെ കവികളുണ്ട്. കവികളെയും കവിതകളെയും സ്നേഹിക്കുന്ന മലയാളി പ്രേക്ഷകർക്ക് ഈ പരിപാടി ഹൃദ്യമായ ഒരനുഭവമായിരിക്കും. കവിത എഴുത്ത് ഒരു വലിയ ഏതോ ഒരു യജ്ഞം പോലെയാണ്. അറിയാതെ എഴുതി പോകുന്നു എന്ന് പറയുമെങ്കിലും യജ്ഞം ചെയ്യും പോലെയാണ് കവിത എഴുതുന്നത്. അങ്ങനെ എഴുതുന്നത് എന്തിന്, എപ്പോൾ? നമുക്ക് വ്യക്തിപരമായ താല്പര്യം കൊണ്ടുള്ള, വ്യക്തിപരമായ അഭിലാഷങ്ങൾ കൊണ്ടുള്ള അനുഭവങ്ങളിൽ സുഖദുഃഖങ്ങളുണ്ടായാൽ അത് കവിതയാവില്ല. മറിച്ച് വ്യക്തിപരമായ സുഖദുഃഖങ്ങൾ ഏതായാലും, അനുഭവം ഏതായാലും അത് ലോകത്തിൻ്റെയും കൂടെയാണ് എന്ന് തോന്നുമ്പോൾ, ഇത് ലോകത്തിനെല്ലാം ഉള്ളതാണ് എന്ന് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക കാഴ്ചയിൽ നിന്നാണ് കവിത ഉണ്ടാകുന്നത്. ലോകത്തിനെല്ലാം വേണ്ടി വിഷമം അല്ലെങ്കിൽ ആഹ്ലാദം, ശോകം, ഹാസം ഏതായാലും ലോകത്തിനെല്ലാം വേണ്ടിയുള്ള അനുഭവം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരാളിൽ നിന്ന് കവിത ഉണ്ടാവും. അതാണ് കവിതയുടെ വിജയവും. വേദത്തിൽ ഒരു ചെറിയ കഥയുണ്ട്. ഒരു രാജാവിൻ്റെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ ചെന്നു. രാജാവിൻ്റെ മകളെ കല്യാണം കഴിക്കണം എന്നാഗ്രഹം. അപ്പോൾ രാജാവ് ചോദിച്ചു, നിനക്ക് എന്താണ് യോഗ്യത? അയാൾ ചെറുപ്പക്കാരൻ അയാളുടെ യോഗ്യതയൊക്കെ പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ച് തരണമെങ്കിൽ നീ ഒരു കവിയായിരിക്കണം. നമുക്കിപ്പോൾ വിസ്മയം തോന്നും. ഇന്ന് കവിക്ക് ആരും പെണ്ണ് കൊടുക്കില്ല. ദരിദ്രവാസി, എക്സൈസുകാരനോ അതുമല്ലെങ്കിൽ കച്ചവടക്കാരനോ നല്ല രാഷ്ട്രീയക്കാരനോ അതും അല്ല നല്ല കൈക്കൂലി കിട്ടുന്ന ഉദ്യോഗമുള്ളവനോ ഒക്കെ ആണെങ്കിലേ ഇന്ന് പെണ്ണ് കൊടുക്കൂ. അല്ലെങ്കിൽ IT ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ പണ്ടത്തെ രാജാവ് പറഞ്ഞു, നീ കവിയാണെങ്കിൽ നിനക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു തരും. ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിനോട് അത്രയധികം പ്രേമം ഉണ്ടായിട്ടായിരിക്കാം പോയി തപസ്സിരുന്നു. എന്നിട്ട് കവിയായി തിരിച്ചു വന്നു. അങ്ങനെ രാജാവ് മകളെ അവന് കല്യാണം കഴിച്ചു കൊടുത്തു പോലും. ഇത് സംഭവിച്ചതോ അല്ലയോ എന്നുള്ളതല്ല, ഇതിനകത്തൊരർത്ഥമുണ്ട്. ഒരു കവി എന്നാൽ ലോകത്തെ മുഴുവൻ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവനാണ്. അവൻ്റെ മനസ്സ് പോലെ അത്രയും വലുതായിട്ട് മറ്റു മനുഷ്യരുടെ മനസ്സ് വന്നു എന്ന് വരില്ല എന്നാണ് അതിനർത്ഥം. കവി ദ്രഷ്ടാവാണ്. ശരിക്കും പറഞ്ഞാൽ ഭരണത്തിനെ വരെ ശാസിക്കാൻ കഴിവുള്ളവനാണ്. ഭരിക്കുന്നവനെ ശാസിക്കാൻ കവിക്ക് മാത്രമേ പറ്റുമായിരുന്നുള്ളൂ. കവി എന്ന് പറഞ്ഞാൽ നോവലിസ്റ്റും പെടും, നാടകൃത്തും പെടും എന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കവിക്ക് മറ്റുള്ളതിനേക്കാളെല്ലാം വലിയ വില ഉണ്ടായത് അവൻ ലോകത്തെ മുഴുവൻ ഉള്ളിൽ കൊണ്ടു നടക്കുകയും ലോകത്തെ മുഴുവൻ സ്നേഹിക്കുകയും ലോകത്തിനു വേണ്ടി മുഴുവൻ സ്വപ്നം കാണുകയും ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. അങ്ങനെ അത്തരം അവസ്ഥയിൽ നിന്നാണ് ഒരു കവിത പിറക്കുന്നത്. ഞാൻ കുറച്ചു കാലം ലോകത്തിൻ്റെ ഒരു പ്രത്യേകതരം അവസ്ഥയെക്കുറിച്ച് വിഷമിച്ച് ചിലപ്പോൾ വട്ടുപിടിച്ചവനെ പോലെയൊക്കെ നടക്കുമായിരുന്നു. എല്ലാ ജാതിയും മതവും ഇവിടെ ഉണ്ട്. എന്നും ജാതിയും മതവും തമ്മിൽ അടിപിടിയാണ്. ഓരോ മതത്തിനും കിട്ടിയില്ല എന്നാണ്. ഓരോ ജാതിക്കും ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നാണ്. ഇപ്പോൾ എല്ലാവരും എൻ്റെ അവശപ്പട്ടികയിൽപ്പെടുത്തണമെന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഭൗതികമായ ജീവിതത്തിൻ്റെ ആർത്തി കൊണ്ട് ആളുകൾ സംഘമായി തിരിഞ്ഞ് പരസ്പരം പൊരുതി, പരസ്പരം വിദ്വേഷിച്ച് ഒക്കെ നടക്കുകയാണ്. എന്തായാലും പല ജാതികളില്ലാതെ പ്രപഞ്ചത്തൊരു സൃഷ്ടിയില്ല. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളിലും ജാതിയുണ്ട്, ഇല്ലെന്ന് പറയാനൊക്കില്ല. മനുഷ്യൻ ഒരു ജാതി, വൃക്ഷങ്ങൾ വേറൊരു ജാതി എന്ന് പറഞ്ഞാലും മാവിൽ തന്നെ എത്ര ജാതി? തുമ്പ പലതരം, തുളസി പലതരം എന്നൊക്കെ ഉണ്ട്. ഇത് അനിവാര്യമാണ്. വൈവിധ്യം ലോകത്ത് അനിവാര്യമാണ്. പക്ഷേ വൈവിധ്യമാണെങ്കിലും ശരി, എല്ലാം പ്രപഞ്ചത്തിൻ്റെ ഒരേ ശക്തിയിൽ നിന്ന് വന്നതാണ് എന്ന ബോധവും ഉണ്ടാവണം.
പക്ഷേ മനുഷ്യർ തമ്മിൽ ഈ ബോധമില്ലാതെ മത്സരിക്കുകയും പരസ്പരം കൊല്ലുകയും പരസ്പരം കള്ളം പറയുകയും പരസ്പരം സ്നേഹം നടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടിട്ട് ഇതെൻ്റെ സ്വന്തം അനുഭവമാണ് എന്ന് വിചാരിച്ച് ഞാൻ അസ്വസ്ഥനായി കുറേ കാലമൊക്കെ നടന്നിട്ടുണ്ട്. അവസാനം അത് ഒരു കവിതയായി പുറത്തു വന്നു. അതാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന കവിത. നമ്മുടെ നാട്ടിലൊരു പണ്ട് നടപ്പിലിരുന്നൊരു കഥയുണ്ട്, പറച്ച് പെറ്റ പന്തിരുകുലത്തിൻ്റെ കഥ. വരരുചി എന്ന് പറയുന്ന അച്ഛനും ഒരു പറയും. അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ 12 മക്കൾ. ഇതേ കഥ തന്നെ തമിഴകത്ത് മുഴുവനും വേറെ രീതിയിലുണ്ട്. ഭഗവാൻ എന്നൊരാളും ആദി എന്നൊരു പറയും ബന്ധപ്പെട്ടിട്ട് ജനിച്ച മക്കൾ വള്ളുവരും പരണരും പിന്നെ ഔവയാരും എല്ലാം ചേർന്നതാണ്. ഇവരുടെ ഈ ജീവിതത്തെക്കുറിച്ചുള്ള കഥയിൽ പല തൊഴിൽ ചെയ്യുന്ന മക്കൾ പല ജാതികളായി ഉച്ചനീചത്വത്തോടുകൂടി ജീവിക്കേണ്ടി വരുമ്പോഴും പരസ്പരം അറിയുകയും പരസ്പരം ആദരിക്കുകയും ഒന്നാണെന്ന് അംഗീകരിക്കുകയും ചെയ്യുക. അതുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇന്ന് അതില്ലാതായി. ആ ഇല്ലാതായതിനെക്കുറിച്ച് ഉള്ള ഉത്കണ്ഠയും മനുഷ്യർ പരസ്പരം അറിയാതെ നശിച്ചു പോകുന്നതിൻ്റെ വേദനയും, എന്നാൽ ഇവരൊന്നാണ് എന്ന് ബോധപ്പെടുത്തണം എന്നുള്ള ഉണർവും ഇത്രയും ചേർന്നാണ് ആ കവിത ഉണ്ടായത്. ശരിക്കും ഞാൻ ഏതാണ്ട് ഇതിൽ വിഷാദിച്ചോ വരണ്ടോ നടക്കുന്ന കാലത്ത് അറിയാതെ എന്നിൽ നിന്ന് പുറപ്പെട്ട വരികയാണ് 12 മക്കളെ പെറ്റൊരമ്മേ നിൻ്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്നത്. അവിടെ തൊട്ട് തന്നെ ആ കവിത എഴുതപ്പെട്ടു. അങ്ങനെ എഴുതുകയാണ് ചെയ്തത്. ഇനി അതങ്ങ് ചൊല്ലിയാൽ മതിയല്ലോ അല്ലേ? അത് ചൊല്ലി നിർത്താം. കവിതയിൽ കുറച്ച് ഭാഗം ചൊല്ലുമ്പോഴേക്കും നിങ്ങൾക്ക് 30 മിനിറ്റ് ആവും. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. അമ്മ 12 മക്കളെ പെറ്റു, 12 രാശിയും അമ്മയെ നീറ്റുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. 12 മക്കൾ 12 തരം. 12 മക്കൾ പിറന്നതും 12 തടങ്ങളിലാണ്, അല്ലെങ്കിൽ 12 ഇടങ്ങളിലാണ്, 12 രാശികളിലാണ്. ഒരു രാശിക്ക് ഒരു സ്വഭാവം. നമ്മുടെ ഭൂമിയുടെ ചുറ്റുമുള്ള വൃത്തം മൊത്തം നോക്കിയാൽ 360 ഡിഗ്രി 12ആയിട്ട് പകുത്താൽ ഓരോ 30 ഡിഗ്രിക്കും ഒരു സ്വഭാവമുണ്ട്. ഈ ഭൂമിയിലെല്ലാമുള്ള 12 വിഭാഗങ്ങളിൽ 12 തരത്തിൽ 12 ഭൂമിശാസ്ത്രം, 12 കാലാവസ്ഥ, 12 തരത്തിലുള്ള മനോഭാവം. അങ്ങനെ ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ ഭൂഗോളത്തിൽ മുഴുവൻ പിറന്ന മക്കൾക്കെല്ലാം 12 സ്വഭാവമായി. ആ 12 സ്വഭാവവും അമ്മയെ ദുഃഖിപ്പിക്കുന്നതായി, ഒറ്റപ്പെറ്റമ്മയെ ദുഃഖിപ്പിക്കുന്നതായി. കാരണം 12 തരത്തിലായിപ്പോയി. 12 മക്കളെ പെറ്റൊരമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ നിന്റെ മക്കളിൽ ഞാനാണ് നാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണീരവിൻ്റെ പാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ ഒന്നെടുക്കാതെ എന്തോ ഒരു ചുമ വന്നു, തിരുവോളം വെള്ളത്തിൻ്റെ കുറവ്. റണ്ണിങ്.
12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. എൻ്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിൻ്റെ പാഷാണ തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചിറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല. വാഴ്വിൻ ചെതുമ്പിച്ച വാതിലുകളടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റിയുടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിലുറയുന്ന ചുടുകാട്ടിൽ എരിയാതെരിഞ്ഞ തിരിയായി, ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയായി നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. നേരു ചികയുന്ന ഞാനാണ് ഭ്രാന്തൻ. മൂകമുരുകുന്ന ഞാനാണു മൂഢൻ. കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോയ്മയുടെ കോലങ്ങളെരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ, കോവിലുകളെല്ലാം ഒതുങ്ങുന്ന കോവിലിൽ കഴകത്തിനെത്തി നിൽക്കുമ്പോൾ, കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. കോലായിലിക്കാലമൊരു മന്തുകാലുമായി തീകായുവാനിരിക്കുന്നു. ചീർത്ത കൂനൻ കിനാക്കൾ തൻ കുന്നിലേക്ക് മേഘകാമങ്ങൾ കല്ലുരുട്ടുന്നു. ഒട്ടിവലിയുന്ന ദിശയെട്ടും ഉപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞു നടക്കൊള്ളുകേ. ഒട്ടിവലിയുന്ന ദിശയെട്ടും ഉപശാന്തിയുടെ മൊട്ടുകൾ തിരഞ്ഞ് നടക്കൊള്ളുകേ. ഓർമ്മയിലൊരുടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഓർമ്മയിലൊരുടുവഴി വരരുചിപ്പഴമയുടെ നേർവരയിലേക്ക് തിരിയുന്നു. ഇവിടെയാണ് വരരുചിയുടെ കഥ വരുന്നത്. ഇല്ല, ഇവിടെയല്ലോ പണ്ടൊരദ്വൈതി പ്രകൃതി തൻ വ്രതശുദ്ധി വടിവാർന്നൊരെന്നമ്മയൊന്നിച്ച് ദേവകൾ തുയിലുണരുമിടനാട്ടിൽ ദാരുകല ഭാവനകൾ വാർക്കുന്ന പൊന്നമ്പലങ്ങളിൽ പുഴകൾ വെൺപാവിനാൽ വെണ്മ നെയ്യും നാട്ടുപൂഴിപ്പരപ്പുകളിൽ ഓതിരം കടകങ്ങൾ നേരിൻ്റെ ചുവടുറപ്പിക്കുന്ന കളരിയിൽ നാണം ചുവക്കും വടക്കിനിത്തിണ്ണയിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യമിമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഈറകളിളം തണ്ടിൽ ആത്മബോധത്തിൻ്റെ ഈണം കൊരുക്കുന്ന കാടകപ്പൊന്തയിൽ പുള്ളും പരുന്തും കുരുത്തോലനാഗവും വള്ളുവച്ചിന്തുകേട്ടാടും വനങ്ങളിൽ ആടിമേഘം പുലപ്പേടി വേഷം കളഞ്ഞാവണിപ്പൂവുകൾ നീട്ടും കളങ്ങളിൽ അടിയാർ പിറക്കുന്ന പാടപ്പറമ്പുകളിൽ അഗ്നിസൂക്ത സ്വരിതയജ്ഞവാടങ്ങളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വാക്കുകൾ മുളയ്ക്കാത്ത കുന്നുകളിൽ വർണ്ണങ്ങൾ വറ്റും ഉന്മദവാദ വിഭ്രമ ചുഴികളിൽ അലഞ്ഞതും കാർമണ്ണിലുയിരിട്ടൊരാശമേലാര്യത്വമൂർജരേണുക്കൾ ചൊരിഞ്ഞതും 12 മക്കളത്രേ പിറന്നു ഞങ്ങൾ 12 കൈയിൽ വളർന്നു കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും
തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. 12 മക്കളത്രേ പിറന്നു, ഞങ്ങൾ 12 കയ്യിൽ വളർന്നു. കണ്ടാലറിഞ്ഞേക്കുമെങ്കിലും തങ്ങളിൽ രണ്ടെന്ന ഭാവം തികഞ്ഞു. ഇങ്ങനെ കണ്ടാലറിയുമെങ്കിലും 12 ഭാവത്തിൽ തിരിഞ്ഞു പെരുമാറുന്ന സഹോദരങ്ങളുടെ ഇടയ്ക്കാണ് നാറാണത്ത് ഭ്രാന്തൻ ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ സഹോദരങ്ങൾ എപ്പോൾ പരസ്പരം തിരിച്ചറിയും? അപ്പോൾ നാറാണത്ത് ഭ്രാന്തനും അവരിൽ ഒരാളായി മാറും.